ഹലോ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ച് ഉണ്ടാക്കാനായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് റംബൂട്ടാൻ പറിച്ച് തരുന്നതാണ്. പിന്നെ ഇന്ന് കടച്ചക്ക കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് മീനൊന്നും വാങ്ങിയില്ല. മീൻ ഇരിപ്പുണ്ട്, മീൻകറി അയലക്കറി ഇരിപ്പുണ്ട് ഇന്നലത്തെ. അങ്ങനെ കടച്ചക്ക കറി വെക്കാനായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ കടപ്ലാവിൽ ആദ്യം പിടിച്ച ചക്കയാണ് കേട്ടോ. കടപ്ലാവ്, ശീമപ്ലാവ് എന്നൊക്കെ പറയും. നമ്മുടെ ഇവിടെ കടപ്ലാവ് എന്നാണ് കൂടുതലും പറയുന്നത്. എൻ്റെ വീട്ടിലൊക്കെ ശീമപ്ലാവ്, ശീമച്ചക്ക അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ കുറേ പിടിച്ചിട്ടുണ്ടായിരുന്നു. അത് കൂടുതലും പിടിച്ചു കഴിഞ്ഞാൽ ഉടനെ കൊഴിഞ്ഞു പോവുകയാണല്ലോ. അപ്പോൾ അത് ഒരു മഴയൊക്കെ വന്നപ്പോഴേക്കും കുറേ ഒരു പകുതി വിളവൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഇനി കുറേ നിൽപ്പുണ്ട്. കൂടുതലും പൊക്കത്തൊക്കെയാണ് നിൽക്കുന്നത്. ഇതും വളരെ കഷ്ടപ്പെട്ട് പറിച്ചെടുത്തതാണ്. അപ്പോൾ ഇന്ന് അതാവാം കറി എന്നങ്ങ് വിചാരിച്ചു. പിന്നെ റംബൂട്ടാനും അതുപോലെ സപ്പോട്ടയും ഡ്രാഗൺ ഫ്രൂട്ടും ഒക്കെ കാ പിടിച്ച് നിൽപ്പുണ്ട്. കുറേയൊക്കെ പഴുത്തു, ഞങ്ങൾ പറിച്ചു. ഇനി കുറേ നിൽപ്പുണ്ട്, വിളയാനൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയും കൂടെയൊക്കെ എടുത്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. കടച്ചക്കയ്ക്ക് ചേർക്കാനുള്ള കറി മസാലയാണ് കേട്ടോ ഈ വറുക്കുന്നത്. വറുത്തിട്ട് പൊടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലേക്ക് കുറച്ച് ഗ്രാമ്പൂവും ഏലക്കായും ഒക്കെ നമ്മൾ വേറെ കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ മസാലക്കൂട്ട് മേടിക്കുമ്പോൾ ഏലക്കായും ഗ്രാമ്പും ഒന്നും അധികം കാണുകയില്ല, കുറച്ചൊക്കെ കാണുള്ളൂ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളതിനോടെ കുറച്ചുകൂടെ ചേർത്തിട്ടാണ് ഞാൻ വറുത്തെടുക്കുക. അപ്പോൾ വറുത്ത് പൊടിച്ചെടുക്കുമ്പോൾ നല്ല ഫ്രഷ് കറി മസാല നമുക്ക് കറിയിലൊക്കെ ചേർക്കാനായിട്ട് കിട്ടും. അല്ലാതെ ഞാനിങ്ങനെ മസാലപ്പൊടിയായിട്ടൊന്നും വാങ്ങാറില്ല. ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ചോറൊക്കെ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. ഞാൻ 2 പ്രാവശ്യം അരി തിളപ്പിച്ച് ഇറക്കി വെക്കാറുണ്ട്. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, കാണിച്ചിട്ടുമുണ്ട്. ഇനി അപ്പുറത്തെ സ്റ്റൗവിലേക്ക് കുക്കർ വെച്ചിട്ടുള്ളത് കടച്ചക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. കടച്ചക്ക എല്ലായ്പ്പോഴും കുക്കറിൽ വെക്കണമെന്നൊന്നുമില്ല. ഇത് നമുക്ക് ആദ്യമായിട്ടായതുകൊണ്ട് ഇതിൻ്റെ വേവ് എങ്ങനെയാണെന്ന് അറിയത്തില്ലാത്തതുകൊണ്ടാണ് കേട്ടോ കുക്കറിൽ വെച്ചിട്ടുള്ളത്. മുമ്പ് പുറത്തുനിന്ന് മേടിച്ചിട്ട് എനിക്ക് അനുഭവമുള്ളതാണ്. കുക്കറിലല്ലാതെ പാത്രത്തിൽ വെച്ചിട്ടുള്ളപ്പോൾ വേവാതെ ഇരുന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതെങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കുക്കറിൽ വെച്ചത്. കുക്കറിൽ വെക്കുവാണെങ്കിൽ എളുപ്പം വെന്ത് കിട്ടും കേട്ടോ. ഒറ്റ വിസിൽ മതി. കടച്ചക്ക നല്ല ഭംഗിയായിട്ട് വെന്ത് കിട്ടും, നല്ല ടേസ്റ്റും ആയിരിക്കും. കുക്കറിൽ തന്നെ എണ്ണയൊഴിച്ച് കടുകൊക്കെ ഇട്ട് തേങ്ങാക്കൊത്തും സവാളയും ഒക്കെ ചേർത്ത് വഴറ്റിയെടുത്താണ് വെക്കുന്നത്. ഇത് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് കടച്ചക്ക കൂടി ചേർത്ത് പൊടികളൊക്കെ ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ അങ്ങനെയാണ് കടച്ചക്കക്കറിയൊക്കെ ഉണ്ടാക്കുന്നത്. ഇന്ന് നമ്മൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞാണ് വെക്കുന്നത്. തേങ്ങ വറുത്തരച്ചും ഉണ്ടാക്കാം. ഞാൻ ഈ 2 രീതിയിലും കടച്ചക്കക്കറി ഉണ്ടാക്കി ഇതിൻ്റെ റെസിപ്പി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കയറി നോക്കണം എല്ലാവരും. ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് കടച്ചക്ക ഇട്ട് കൊടുക്കും. കടച്ചക്ക ഞാനൊന്ന് കഴുകിയിട്ടുണ്ട് കേട്ടോ. മുഴുവനെയാണ് കഴുകിയത്, അരിഞ്ഞിട്ട് കഴുകിയിട്ടൊന്നുമില്ല. ചെത്തിയതിന് ശേഷം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മസാലക്കൂട്ടങ്ങ് പൊടിച്ചെടുക്കാനായിട്ട് പോവുകയാണ്. തേങ്ങാപ്പാൽ പിഴിഞ്ഞൊഴിച്ച് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റിയുമാണ്. എനിക്ക് വറുത്തരച്ച കടച്ചക്കക്കറിയെക്കാട്ടി കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ തേങ്ങാപ്പാൽ പിഴിഞ്ഞൊഴിച്ച് വെക്കുന്നതാണ് കേട്ടോ. തേങ്ങാപ്പാൽ പിഴിഞ്ഞൊഴിച്ച് വെച്ചിട്ടില്ലാത്തവർ അങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണം, ഭയങ്കര ടേസ്റ്റാണ്. ഇനിയിപ്പോൾ അങ്ങോട്ട് കുറേ നാളത്തേക്ക് കടച്ചക്കയൊക്കെ കാണും കേട്ടോ. എല്ലാ ദിവസവും ഉണ്ടാക്കിയാലും നമുക്ക് മടുപ്പായിപ്പോവും. അതുകൊണ്ട് എല്ലാ ദിവസവും ഒന്നും ഉണ്ടാക്കത്തില്ല. പിന്നെ അതുപോലെ ഇത് പുഴുങ്ങാനും നല്ലതാണ്. തേങ്ങായും ശർക്കരയോ പഞ്ചസാരയോ ഒക്കെ ചേർത്ത് നമുക്കിത് പുഴുങ്ങിയെടുക്കാം. ഞങ്ങളൊക്കെ പണ്ട് വൈകുന്നേരങ്ങളിൽ ചായയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഇതിങ്ങനെ പുഴുങ്ങി കഴിക്കുമായിരുന്നു. അന്നൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു.
ഇപ്പം പിന്നെ അങ്ങനെയൊന്നും അധികം ഉണ്ടാക്കാറില്ല. നമുക്കങ്ങനെ അധികം കടച്ചക്ക കിട്ടാറുമില്ലായിരുന്നു കേട്ടോ. എൻ്റെ വീട്ടിലൊക്കെ കടപ്ലാവ് ഉണ്ടായിരുന്നത് കാരണം നമുക്ക് കടച്ചക്കയ്ക്ക് അങ്ങനെ പഞ്ഞമൊന്നുമില്ലായിരുന്നു. ഇഷ്ടം പോലെ ചക്ക ഉണ്ടായിരുന്നു. കടച്ചക്ക കഷ്ണങ്ങളൊക്കെ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം പൊടിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ. പൊടി ഇട്ടിട്ട് കടച്ചക്ക കഷ്ണങ്ങൾ ഇട്ടാലും മതി. ഇതിപ്പോൾ ഞാൻ തിരിച്ചാണ് ചെയ്തത്. ചക്ക ഇട്ടതിന് ശേഷമാണ് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉലുവാപ്പൊടി, പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മസാലപ്പൊടി ആവശ്യമുണ്ടെങ്കിൽ ലാസ്റ്റ് വീണ്ടും കുറച്ചും കൂടെയൊക്കെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ മണമൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. നമുക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ കറി മസാലയുടെ മണമൊക്കെ. അങ്ങനെ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് നന്നായിട്ടൊന്ന് വഴന്ന് കഴിയുമ്പോൾ പൊടികളൊക്കെ ഒന്ന് ചൂടായി പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ നമ്മളതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കും. രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കുക. ആകെ 2 പാലേ എടുക്കുന്നുള്ളൂ. ഒന്നാം പാലും രണ്ടാം പാലും എടുക്കുന്നുള്ളൂ. ഒന്നാം പാൽ നമ്മൾ ലാസ്റ്റിലങ്ങ് ചേർത്ത് കൊടുക്കും. രണ്ടാം പാൽ ഒഴിച്ചിട്ടാണ് നമ്മൾ ഇത് വേവിക്കാനായിട്ട് വെക്കുക. ഒറ്റ വിസിൽ വന്നാൽ തന്നെ ഈ ചക്ക വെന്ത് കിട്ടും. നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. കുക്കറിലാണെങ്കിൽ കൂടുതൽ വേവുന്നതിനെ പറ്റി നമുക്ക് ടെൻഷനൊന്നും വേണ്ട. ഒറ്റ വിസിൽ മതി. അപ്പോൾ ഞാൻ പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം കുക്കർ അടച്ച് വെച്ച് കൊടുക്കും. അതവിടെ നിന്ന് പതിയെ വെന്ത് കിട്ടിക്കോളും. അപ്പോൾ ഇവിടെ കുറച്ച് റംബൂട്ടാൻ ഇരിക്കുന്നത് നിങ്ങൾ ആദ്യമേ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അത് ഞാനൊന്ന് അതിൻ്റെ ഫ്ലഷൊക്കെ വേർതിരിച്ചെടുക്കാൻ പോവുകയാണ്. അത് രാവിലെ പറിച്ചുകൊണ്ട് വെച്ചതാണ്. ഈ റംബൂട്ടാൻ പറിച്ച് വെച്ചാൽ ഒരു കുഴപ്പമുള്ളത്, അപ്പോൾ എവിടെ നിന്നൊന്നും അറിയത്തില്ല, കുറേ കണ്ണീച്ചകൾ വരും. കണ്ണീച്ച പറക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. ഞാനിതിൻ്റെ ഫ്ലഷ് ഇങ്ങനെ എടുത്തിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് നല്ല കരിക്കൊക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റോട് കൂടി കഴിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇത് കൂഴയാണ്. അത് കാരണം നമുക്ക് ഇതിൻ്റെ ഫ്ലഷ് വേർതിരിച്ചെടുക്കാൻ കുറച്ച് പ്രയാസമാണ് കേട്ടോ. കുറച്ചെന്നല്ല, നല്ല പ്രയാസമാണ്. ഞാനങ്ങനെ അതിൻ്റെ ഫ്ലഷ് എല്ലാം തിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മളങ്ങോട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. എത്ര വേണമെങ്കിലും ഇങ്ങനെ ഇരുന്ന് നമ്മൾ കഴിക്കും. ഞാൻ ഇങ്ങനെയാണ് സാധാരണ ചെയ്യാറുള്ളത്. തേങ്ങ ചിരകിയത് കുറച്ചധികം ഉണ്ടായിരുന്നു. അതൊരു പാത്രത്തിലേക്കിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചു. നാളത്തേക്ക് എടുക്കാമല്ലോ. ഇന്നിനിയിപ്പോൾ വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല. ഇന്ന് കറികളൊക്കെ ഇരിപ്പുണ്ട്. ഈ കടച്ചക്ക കൂടി കറി ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. മീൻ കറി ഇരിപ്പുണ്ട്, തോരൻ രാവിലെ വെച്ചതിരിപ്പുണ്ട്, പിന്നെ മീൻ ഫ്രൈയും ഇരിപ്പുണ്ട്. അപ്പോൾ ഇന്നത്തെ കറികളെല്ലാം ഓക്കെയാണ്. അപ്പം ഒറ്റ വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റൗവിൽ നിന്ന് മാറ്റി വെക്കുകയാണ്. ഇന്നലത്തെ മീൻകറിയാണ്. നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. നല്ല തണുത്തിരിക്കുകയാണ്, മഴക്കാലമൊക്കെ അല്ലേ. അപ്പോൾ അതൊന്ന് തിളപ്പിക്കാനായിട്ട് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. പിന്നെ നമ്മുടെ കടച്ചക്കയൊക്കെ റെഡി ആയിട്ടുണ്ടൊന്ന് തുറന്ന് നോക്കുകയാണ്. ഇനി നമ്മളിതിലേക്ക് ഒന്നാം പാലും കൂടെ ഒഴിച്ചിട്ട് തിളയൊന്നും വരണ്ട, ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കും. ആവിയൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ സ്റ്റൗവിൽ നിന്ന് മാറ്റും. അങ്ങനെ കടച്ചക്കയും റെഡിയാവും. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും നമ്മുടെ വീഡിയോസ് ഒന്നും കാണുന്നില്ല. അപ്പോൾ അങ്ങനെ ചെയ്യാതെ എല്ലാവരും വീഡിയോസ് കാണണം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുൻപോട്ട് പോകാനായിട്ട് പറ്റുകയുള്ളൂ. ഞാൻ ലൈവ് ചെയ്യുന്നുണ്ടായിരുന്നു. ലൈവിൽ അധികം ആരും വരുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ലൈവിൻ്റെ എണ്ണമൊക്കെ കുറച്ചിട്ടുണ്ട്. ദിവസം 2 നേരം ഞാൻ ലൈവ് വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ അതൊക്കെ കുറച്ചിരിക്കുകയാണ്. നിങ്ങളുടെ എല്ലാം ആത്മാർത്ഥമായ സപ്പോർട്ട് എനിക്ക് വേണം. ഇപ്പോഴുള്ള ഈ സബ്സ്ക്രൈബേഴ്സ് എല്ലാം വീഡിയോ കണ്ടാൽ തന്നെ നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടാനുള്ള വാച്ച് അവറൊക്കെ ലഭിക്കും. പക്ഷേ എല്ലാവരും ഒന്നും കാണുന്നില്ല. അപ്പോൾ എല്ലാവരും കയറി കാണണം. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വ്ളോഗ് എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. മറ്റു വീഡിയോയുമായി കാണാം. താങ്ക് യു.